നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേത വരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങി 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,444ാമത്തെ ദിവസമാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽക്കാണ് കലി യുഗം തുടങ്ങുന്നത് എന്നാണ്. അന്നേ ദിവസം മുതൽക്ക് എണ്ണുന്നതനുസരിച്ചാണ് ഈ കലിദിന സംഖ്യ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മലയാള സമ്പ്രദായത്തിലെ കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ആണ്ട് ചിങ്ങമാസം 6-ാം തീയതിയാണ്. ശകവർഷം 1947 ശ്രാവണമാസം 31-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ഓഗസ്റ്റ് മാസം 22-ാം തീയതിയാണ്. ഇത് കൃഷ്ണപക്ഷമാണ്. കൃഷ്ണപക്ഷത്തിലെ ചതുർദശി തിഥിയാണ്. 11:56 വരെയുള്ള സമയത്താണ് ചതുർദശി തിഥിയുള്ളത്. ഉദയത്തിന് കരണം വരുന്നത് പുള്ള് കരണമാണ്. 11:56 വരെയുള്ള സമയത്താണ് പുള്ള് കരണം വരുന്നത്. നിത്യയോഗം വരുന്നത് വരിയാൻ നാമ നിത്യയോഗമാണ്. അത് 2:35 ഉച്ചയ്ക്ക് ശേഷം 2:35 വരെയാണ്. ഇന്ന് നാൾ ആയില്യം നാളാണ്. അത് പകലും രാത്രിയിൽ 12:16 വരെയുള്ള സമയത്ത് ആയില്യം നക്ഷത്രമുണ്ട്. ഞാറ്റുവേല മകം ഞാറ്റുവേല തന്നെയാണ്. വർഷ ഋതുവാണ്. ദക്ഷിണായന കാലമാണ്. ഇന്ന് ദിവസം വെള്ളി, ശുക്രന്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:10:51 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:34:40 അസ്തമയം സംഭവിക്കുന്നു. മധ്യകേരളത്തിലേതാണ് ഉദയാസ്തമയങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 15 മിനിറ്റ് 49 ആണ്. ഈ ദിനമാനം പകലിന്റെ ദൈർഘ്യമാണ്. അത് ക്രമേണ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. രാഹുകാലം വരുന്നത് രാവിലെ 10:54 തുടങ്ങി 12:26 വരെയുള്ള സമയത്താണ്. ഗുളികകാലം വരുന്നത് രാവിലെ 7:50 തുടങ്ങിയിട്ട് 9:22 വരെയുള്ള സമയത്താണ്. യമകണ്ഠകകാലം വരുന്നത് ഉച്ചകഴിഞ്ഞ് 3:30 മുതൽക്ക് 5:02 വരെയുള്ള സമയത്താണ്. ഈ രാഹു, ഗുളിക, യമകണ്ഠക കാലങ്ങൾ പൊതുവെ വർജ്യകാലങ്ങളാണ്. ദോഷകാലങ്ങളാകയാൽ വർജ്യങ്ങളാണ്. പ്രധാനപ്പെട്ടതായിട്ടുള്ള കർമ്മങ്ങൾ തുടങ്ങുക, യാത്ര മുതലായവ ഈ സമയത്താകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് ധനുക്കൂറുകാർക്കാണ്. മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രക്കാർക്കാണ് ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത്. ഈ നാളുകാർക്ക് ഇന്നത്തെ ദിവസം പൊതുവെ അനുകൂലമായിട്ടുള്ള ദിവസമല്ല. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് ഉച്ചയ്ക്ക് 12:02 തുടങ്ങി 12:24 വരെയും തുടർന്ന് 12:28 മുതൽക്ക് 12:50 വരെയുമാണ് ഈ അഭിജിത്ത് മുഹൂർത്തം. മറ്റ് മുഹൂർത്തങ്ങളില്ലാതെ വരുന്നാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ അത്യാവശ്യമായിട്ട് തുടങ്ങേണ്ടതുണ്ടെങ്കിൽ ഈ മുഹൂർത്തം സുമുഹൂർത്തമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അയോധ്യയിലെ ശ്രീരാമചന്ദ്രന്റെ പ്രതിഷ്ഠ നടന്നിട്ടുള്ളത് ഈ അഭിജിത്ത് മുഹൂർത്തത്തിലാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് ആയില്യം നക്ഷത്രമാണ്. പൊതുവെ അനുകൂലമായിട്ടുള്ള ദിവസമല്ല ആയില്യം നക്ഷത്രം. സർപ്പ കാര്യങ്ങൾക്ക്, വിഷസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ കപടകൃത്യങ്ങൾ, സാഹസകൃത്യങ്ങൾ മുതലായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ആയില്യം നക്ഷത്രം അനുകൂലമായിട്ടുള്ളത്. മറ്റ് ശുഭകർമ്മങ്ങൾക്ക് അനുകൂലമല്ല. ചതുർദശി തിഥിയും അസ്ത്രശസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കുക, അതുപോലെ യാത്രയും ക്ഷൗരവും ഇത് വർജ്യവുമാണ്. ഇന്നത്തെ ദിവസം പൊതുവെ ശുഭകർമ്മങ്ങൾക്ക് അനുകൂലമല്ലാത്ത ദിവസമാണ്. നമസ്കാരം.